നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ 6 അവസാനിച്ചു അല്ലേ. ഇപ്പൊ നമുക്കറിയാം, പ്രത്യേകിച്ച് അവിടെ ഒന്നും നടക്കുന്നില്ല. ഓരോ ദിവസവും ഒന്നോ രണ്ടോ ഫാമിലി വരും. അവർ വീട്ടിൽ നിന്ന് അവരുടെ ആളുകൾക്ക് ആവശ്യമായ ചക്ക, മാങ്ങ, തേങ്ങ, അച്ചാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. കാരണം നമുക്കറിയാം, ബിഗ് ബോസ് സീസൺ 6 ഫുഡിന് ഭയങ്കര ക്ഷാമമാണ്. മിക്ക ദിവസം ഉപ്പില്ല, ഒനിയനില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടസ്റ്റൻസ് പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പൊ വീട്ടുകാർ വരുന്നത് അവർക്ക് അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല കാര്യമാണ്. ഈ ഗൃഹിണി പിടിച്ച പിള്ളേര് ചക്ക കൂട്ടാൻ കാണുന്ന മാതിരിയാണ് അവിടെയുള്ള ആളുകൾ ഓരോ ഫുഡ് കിട്ടുമ്പോൾ കാണിച്ചു കൂട്ടുന്നത്. അപ്പൊ ആ കാര്യം പറയാനല്ല കേട്ടോ ഞാൻ വന്നത്. അപ്പൊ ഭയങ്കര ബോറായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ടാസ്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നന്നായിട്ട് പാത്രം ഉരച്ചു കഴുകാം, എങ്ങനെ നമുക്കൊരു പില്ലോ ഉണ്ടാക്കാം, എന്തൊരു ബോറാണെന്ന് വിചാരിച്ച ലൈവ് കാണുന്ന നമ്മളെയൊക്കെയാണ് എടുത്തിട്ടിരിക്കേണ്ടത്. അത്രയ്ക്കും കലിപ്പ് സീൻ വരും. അതുപോലെ ബോറടിച്ച് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ പ്രത്യേകം കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുണ്ട്. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും സബ് ചെയ്തിട്ടല്ല കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നത്. അപ്പൊ സബ് ചെയ്യാൻ മറന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ്സും ലൈക്കും ഒക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, ഞാനുണ്ടല്ലോ കാര്യം കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞ വീഡിയോ ആണ്. കുറേ ആളുകൾ പറഞ്ഞായിരുന്നു അൻസിബയുടെ ഉമ്മ വന്നു കഴിഞ്ഞപ്പോൾ ജാസ്മിനെ വന്ന് കെട്ടിപ്പിടിച്ചു, ജാസ്മിൻ എൻ്റെ മോളെ പോലെയാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. ഓഫ് കോഴ്സ് ബിഗ് ബോസ് അണ്ണൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അൻസിബയുടെ അമ്മ വന്ന് പറയുന്നു. അതിലൊന്നും നമുക്ക് ഒരു സംശയമില്ല. അപ്പോ അൻസിബയുടെ ഉമ്മ വരുമ്പോ ഓടിപ്പോയി ജാസ്മിനെ കെട്ടിപ്പിടിച്ച് ഇതുപോലെയൊക്കെ കാണിക്കുമ്പോ നമുക്ക് ഉറപ്പായിട്ടും അറിയുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്, ഇതെല്ലാം ബിഗ് ബോസ് ആണ് വളരെയധികം പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. എസ്പെഷ്യലി അത് അൻസിബയുടെ ഉമ്മേന്റെ പേരിലാണ് ഞാൻ പറയുന്നത്. കാരണം അൻസിബയുടെ ഉമ്മ അങ്ങനെ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് പുറകിൽ ഏതെങ്കിലും നല്ല കൈകൾ പ്രവർത്തിച്ച് കാണണം. ഇൻട്രസ്റ്റിംഗ്ലി നമുക്ക് പറയാം, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറേ കൺസിഡറേഷൻസ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡേ 1 തൊട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ നാറി ചീഞ്ഞ് ആളിഞ്ഞ ഗെയിം കളിച്ച ജാസ്മിൻ ഒരു പരിധിയല്ല, നമുക്കൊന്നും ഷോ കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയപ്പോൾ പെട്ടെന്ന് തന്നെ അത്താക്കി വിളിക്കാൻ ഒരു ചാൻസ് കൊടുക്കുന്നു, ബ്ലോക്ക് ആണെന്ന് പറയുന്നു. ഈവൻ ആ ഒരു സ്ക്രിപ്റ്റില് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയും കൂടി ഇൻവോൾവ് ആവുന്നു. വീക്കെൻഡിൽ വരുമ്പോ അത്താക്കി കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. ജാസ്മിൻ ചോദിക്കുന്നു ഒരു ബ്ലോക്ക് അല്ലേ. എന്ത് വൃത്തികെട്ട പരിപാടികളാണല്ലേ. അതായത് ജാസ്മിൻ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ പറയാൻ വേണ്ടി വിളിച്ച അത്തായുടെ കോളിനെ ചേഞ്ച് ആക്കിയിട്ടാണ് ഈ വക കലാപരിപാടികളൊക്കെ ഇവരെല്ലാവരും കൂടി ആവിഷ്കരിച്ചത്. അതായത് മാക്സിമം TRP ജാസ്മിൻ കാണിക്കുന്ന വൃത്തികേടുകളൊക്കെ നമ്മളെ കാണിക്കുന്നു ബിഗ് ബോസ്. ജാസ്മിൻ എന്ത് കാണിക്കുന്നോ ജാസ്മിന് മാത്രം ഫോക്കസ് ചെയ്ത് ക്യാമറ പിടിപ്പിച്ച് നമ്മളെ എല്ലാ കാര്യങ്ങളും കാണിച്ചതിന് ശേഷം ഇനിയുള്ള ആഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഇതുപോലെയുള്ള ഫാമിലിയൊക്കെ വരുമ്പോൾ മാക്സിമം ജാസ്മിനെ വെളുപ്പിക്കാനുള്ള സിനാരിയോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. നല്ല സൂപ്പർ പരിപാടിയാണ്. ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ബിഗ് ബോസ് എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ജാസ്മിനെ ഇത്രമാത്രം വെളുപ്പിക്കുന്നത്? എന്തിനാണ് ജാസ്മിനെ ഇത്രമാത്രം ഭയപ്പെടുന്നത്? അല്ലെങ്കിൽ ജാസ്മിനുമായിട്ട് ഒരു പ്രത്യേക കോൺട്രാക്ട് ആയിരുന്നു, അല്ലെങ്കിൽ ജാസ്മിനുമായിട്ടൊരു പ്രത്യേക കോൺട്രാക്ട് അല്ല, ജാസ്മിൻ സൈൻ ചെയ്തത് എന്തെങ്കിലും ഒരു പ്രത്യേക കോൺട്രാക്ട് ആയിരുന്നു ബിഗ് ബോസ് ആയിട്ട്? എന്റെ സംശയങ്ങൾ അറിയാതെ ചോദിക്കുവാണ്. പല കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ കുറേ സിറ്റുവേഷൻസിൽ ജാസ്മിനെ പുറത്താക്കേണ്ട സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട്. നമുക്കറിയാം ജിൻഡോനെ മോശമായി പ്രതിപാദിച്ച കുറേ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ പല ആളുകൾക്ക് മഞ്ഞയും പച്ചയൊക്കെ കാർഡ് കൊടുത്തപ്പോ ജാസ്മിൻ ചേച്ചിക്ക് ഒരു കാർഡും കൊടുത്തില്ല എന്ന് മാത്രമല്ല കയറ്റി കൊമ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ സിറ്റുവേഷനിൽ ഓഫ് കോഴ്സ് ഒരു സാധാ പ്രേക്ഷകനായി നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ റെലവെന്റ് ആണെന്ന് പറഞ്ഞാൽ റെലവെന്റ് ആണ്. നമുക്കൊക്കെ വരാവുന്ന സംശയങ്ങളാണ്. എന്തുകൊണ്ടാണ് എന്ത് ചെയ്താലും ജാസ്മിൻ ഒരു കുറ്റമില്ലാത്തത്? ഇതുപോലെ ആളുകളെ വിട്ട് ജാസ്മിനെ വെളുപ്പിക്കുന്നത് എന്തിനാണ് ബിഗ് ബോസ് അല്ലേ? വളരെ ന്യായമായ കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. എനിവേ, പറഞ്ഞ കാര്യം അൻസിബയുടെ ഉമ്മ നല്ല ഭംഗിയായിട്ട് കാണിച്ചു. പക്ഷെ നമുക്ക് എല്ലാവർക്കും ആ കാര്യം മനസ്സിലായി. കാരണം എല്ലാ ലൈവിലും നമുക്കറിയാം ഷോ തുടങ്ങിയ അന്ന് മുതൽ അൻസിബയും ജാസ്മിനും തമ്മിൽ ഒട്ടും ഇഷ്ടത്തിലല്ല. ആ വ്യക്തിയുടെ ഉമ്മനെ കൊണ്ട് തന്നെ ജാസേച്ചിനെ വിളിപ്പിക്കുന്നു. വേറെ ഏതൊരു കണ്ടസ്റ്റന്റിന്റെ ഫാമിലി ആണെങ്കിലും നമുക്ക് ഇത്രയ്ക്കും ജാസ്മിൻ അപ്പോ ആ ഒരു കെട്ടിപ്പിടുത്തത്തില് വന്ന് പറയുന്ന വാക്കുകളിൽ തന്നെ നമുക്ക് ജാസ്മിനോട് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് പോലും ഇങ്ങനെയൊക്കെയാണോ ജാസ്മിൻ നല്ലൊരു കുട്ടിയാണല്ലേ, കണ്ടോ ആ ഉമ്മയ്ക്ക് പോലും ആ വ്യക്തിയെ ഒരു ചെറിയ കുട്ടിയായി കാണാൻ കഴിഞ്ഞു. ചെയ്ത തെറ്റുകളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു കൊച്ചു കുട്ടിയുടെ ആ ഒരു ലെവലിലേക്കൊക്കെ വന്ന് ചിന്തിക്കാൻ ആ ഉമ്മയ്ക്ക് പോലും കഴിഞ്ഞു. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്
ബിഗ് ബോസ് എണ്ണൻ ഈ വക പരിപാടികൾക്ക്, ഈ വക കൂതറ പരിപാടികൾക്ക് ഇറങ്ങിയത്. അതായത് അൻസിബയുടെ ഉമ്മനെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ പ്രേക്ഷക മനസ്സുകൾ കീഴടക്കാൻ വേണ്ടി നമുക്കിടയിലേക്ക് കൊണ്ടുവരിക. ബിഗ് ബോസിന്റെ നാറിയ കളികൾ നിങ്ങൾ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പൊ ഷോയിൽ നമുക്കറിയാം ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലേക്ക് വരുള്ളൂ. അപ്പൊ ജാസ്മിൻ കാണിച്ച വൃത്തികേടുകൾ എന്ന് പറയാ വൃത്തികേടുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ തുടക്കത്തില്. വേറെ ഒരു കാര്യം ഷോയിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ജാസ്മിൻ, ഗബ്രി എന്ന് പറയുന്ന ആളുകളുടെ സൈഡിൽ നിന്നുണ്ടായിട്ടില്ല. അപ്പൊ അതെല്ലാം പ്രദർശിപ്പിച്ച് അതിൽ നല്ല TRP ഉണ്ടാക്കി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ചേച്ചിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ജാസ്മിൻ ചേച്ചിയെ നന്നായി വെള്ള പൂശുന്നു. ഇതില് എന്ത് ന്യായാണ് ഉള്ളത്? ഉറപ്പായിട്ടും വെളുപ്പിക്കൽ തുടർന്നു കൊണ്ടേയിരിക്കും. കുഴപ്പമില്ല, മാക്സിമം വെളുപ്പിക്കട്ടെ. എന്തുമാത്രം വെളുപ്പിച്ചാലും എവിടം വരെ പോകുന്നു നമുക്കറിയാം. അകത്ത് ബിഗ് ബോസ് തന്നെ ഹെൽപ്പ് ചെയ്യുന്ന വെളുപ്പിക്കാൻ, പുറത്ത് നമ്മുടെ ഗബ്രി ചേട്ടൻ നടന്ന ഇന്റർവ്യൂ കൊടുത്ത് വെളുപ്പിക്കുവാണ്. ഗബ്രി ചേട്ടന്റെ വീഡിയോ നമുക്ക് ചെയ്യണം കേട്ടോ. വളരെ കുറച്ച് കാര്യങ്ങളല്ല, കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. വൈകാതെ തന്നെ ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ജിൻഡോ ബ്രോനെ അധികം ഒന്നും ലൈവില് കാണിക്കുന്നില്ല. ജിൻഡോ ബ്രോയുടെ കോണ്ടന്റും കാര്യങ്ങളൊക്കെ ബിഗ് ബോസിന്റെ നല്ല മാന്യമായി മുക്കാണ്. അപ്പൊ ബിഗ് ബോസിന്റെ അത് മുക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ജാസ്മിൻ ചേച്ചിനെ പൊക്കി പിടിക്കാനുള്ള പരിപാടികളായിരിക്കും. ജാസ്മിൻ ചേച്ചി കാണിക്കുന്ന എല്ലാ കൂറ പരിപാടികളും നമ്മൾ കാണിക്കാറുണ്ടായിരുന്നു. അതവിടെ ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ ജിൻഡോണിന്റെ അധികം കോണ്ടന്റും കാര്യങ്ങളൊന്നും കുറച്ച് ദിവസമായിട്ട് കാണിച്ചില്ലെങ്കിലും ഇന്നലത്തെ എപ്പിസോഡ് പറയാതിരിക്കാൻ വയ്യ. ജിൻഡോ ബ്രോ കൊണ്ടുപോയി തന്നെ പറയാം. കാരണം ഇന്നലെ രാവിലെ തന്നെ ജാസേച്ചി ഒരു കാരണമില്ലാണ്ട് ഒരു അതായത് ജാസേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ഈ ആരെങ്കിലോടൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞിരുന്നില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ എവിടെന്നോ കേട്ടാ ഒരു കാര്യം എടുത്തുകൊണ്ട് വന്ന് ഇന്നലെ ജിൻഡോയുടെ അടുത്ത് തല്ലുണ്ടാക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജാസേച്ചിയുടെ ഫാമിലിനെ ജിൻഡോ ആരോടോ പോയിട്ട് എന്തോ പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് എവിടെയോ നടന്നൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇതന്നെ പറഞ്ഞേ. എപ്പോഴും പറയും കഴിഞ്ഞത് അങ്ങോട്ട് കഴിഞ്ഞു. പക്ഷെ ജാസേച്ചിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും അതിൽ കയറി തല്ലുപിടിക്കും. അതായത് ആരെങ്ങളുടെ മേത്ത് കയറി ചുറിഞ്ഞുകൊണ്ടിരുന്നാലേ നമ്മുടെ ജാസേച്ചിക്കൊക്കെ ഒരു സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. ചൊരാൻ ചെന്ന ജിൻഡോ ബ്രോ നന്നായി മാന്തി കൊടുക്കുന്ന ടീമാണ്. അപ്പൊ അത്യാവശ്യം നല്ലത് രാവിലെ തന്നെ ജാസേച്ചി കണ്ടു. അങ്ങനെ ഉഷാറായിട്ടാണ് നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്കറിയാം ഓഫ് കോഴ്സ് ജിൻഡോയുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ സൂപ്പർ പരിപാടികളായിട്ട് ഇന്നലെ അടിപൊളി എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക ഇഷ്ടമായ ഒരു എപ്പിസോഡായിരുന്നു. എപ്പിസോഡ് സൂപ്പറായി എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ പറഞ്ഞത് ജിൻഡോയുടെ ഫാമിലിനെയൊക്കെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ നിങ്ങളിൽ കുറെ ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ അടിപൊളിയെന്നാ പറഞ്ഞത്. അപ്പൊ കുറച്ചു നേരത്തെ ലൈവിൽ നടന്ന ഒരു നമ്മുടെ അപ്സര ചേച്ചിയില്ലേ, അപ്സര ചേച്ചിനെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ നമ്മുടെ തമ്മിലും കാര്യങ്ങളും. അപ്പൊ അപ്സര ചേച്ചിയുടെ മുമ്പിൽ ജിൻഡോ കൈകൂപ്പി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ജിൻഡോ എന്തെങ്കിലും കാര്യമായി. അതൊന്നും അല്ല കേട്ടോ. നമ്മുടെ അപ്സര ചേച്ചിക്കും അറിയാം ഇതിപ്പോ നമ്മള് ദിവസങ്ങളൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മിണ്ടാതിരുന്ന ഇനി ഞാനിവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി മാക്സിമം സ്ക്രീൻ സ്പേസ് പിടിക്കണം. അപ്പൊ രാവിലെ തന്നെ നമ്മുടെ ഇന്നലെ കഴിഞ്ഞ ടാസ്ക് ഇല്ലേ നമ്മുടെ പില്ലോ ശരിയാ ആ പരിപാടിയിൽ നമ്മുടെ ജിൻഡോ ബ്രോയ് ആയിരുന്നു ജഡ്ജായിട്ട് അപ്സരയുടെ ടീമിന്റെയും ഒക്കെ പില്ലോ അസസ് ചെയ്തത്. ഒറ്റ പില്ലോയും കാണിക്കില്ല ശരിയായില്ലായിരുന്നു. കാരണം അത് ഭംഗിയായിട്ടല്ല, അതൊരു പില്ലോ ഉണ്ടാക്കാനാ പറഞ്ഞത്. പില്ലോ എന്ന് പറയുമ്പോൾ ജിൻഡോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അഗ്രി ചെയ്യുന്നു. ഒരു പില്ലോയാണ്, നമുക്ക് തല വെച്ച് കിടക്കണം. അത് അങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു പില്ലോയല്ല. അപ്പോൾ അപ്സര രാവിലെ കാര്യമില്ലാതെ വന്ന് ജിൻഡോനെ ഇതും പറഞ്ഞുകൊണ്ട് ചൊറിയാൻ ശ്രമിക്കുവാണ്. കാരണം ഇട്ട് കൊടുക്കുവാണ്. ഞാൻ കുറച്ച് ചൊറിഞ്ഞ ജിൻഡോ തിരിച്ചു പറയുവാണെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ ഇന്നത്തെ സ്ക്രീൻ സ്പേസ് ഞാൻ അങ്ങോട്ട്. പക്ഷെ ജിൻഡോക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ജിൻഡോ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ജിൻഡോക്ക് രാവിലെ തന്നെ മനസ്സിലായി നമ്മുടെ അപ്സരയുടെ വരവ് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണെന്നത്. അപ്പൊ തന്നെ ജിൻഡോ മാക്സിമം കളിയാക്കി അപ്സര എങ്ങനെ ഇങ്ങോട്ട് പറയുന്നു അതിനെ ചിരിച്ച് കളിയാക്കി. എനിക്ക് കേട്ടപ്പോ കൃത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നിയ ജിൻഡോ ഒരിക്കലും പ്രൊവോക്ക് ആയില്ല. അപ്സര പറയുന്നതിന് അപ്സരയ്ക്ക് നല്ല രീതിയിൽ റിപ്ലൈ കൊടുത്തു. അപ്പൊ അപ്സര വീണ്ടും മൾട്ടിപ്പിൾ ടൈംസ് അറ്റംപ്റ്റ് ചെയ്തു. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവസാനം ജിൻഡോ ഒന്ന് പോയി തരുമോ എന്നുള്ള രീതിയിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്സര വന്ന കാര്യം നടന്നൂല. ജിൻഡോ മാന്യമായി കളിയാക്കി വിട്ടു എന്ന് തന്നെ പറയാം. അത് അപ്പോൾ പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരാം. അതുവരെയും എല്ലാവർക്കും ടാറ്റാ ബൈ.